ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. കണ്ടോ, നമ്മൾ ബൈക്കിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാറിലേക്ക് പോവാണ്. നമ്മുടെ ഒരു ഫ്രണ്ടും അവരും കപ്പിളായിട്ടാണ് വരുന്നത്. അവർ ഡോമിനറിനകത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് ബൈക്കിനകത്താണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര വെച്ചിട്ട് മീറ്റ് ചെയ്യും. അവിടെ നിന്ന് ഞങ്ങൾ ഏത് വഴിയാണ് പോകുന്നത്? മുണ്ടക്കയം, കട്ടപ്പന, ഇടുക്കി വഴിയാണ് പോകുന്നത്. കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാനുള്ള പ്ലാനാണ്. കുറച്ച് ടൈം എടുത്താണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മൂന്നാറിലെ ചിത്തിരപുരം പാലസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം കീപ് വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊട്ടാരക്കര ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. മാസം പോകേണ്ടത് സംഭവിച്ച ഞങ്ങൾ അപ്പുറത്താണ് നിൽക്കാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളൊരു 10-20 സെക്കൻഡ് ലേറ്റായി പോയി. ഓക്കെ, ഒരു 70 മാക്സിമം. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തി. ഇനി ഇവിടെ നിന്ന് എരുമേലി, റാന്നി വഴി വേണം പോകാൻ. ഒക്കെ ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ റാന്നിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കിവിടെ റോഡ് പണി നടക്കുന്ന കാരണം നമ്മളിപ്പം ശബരിമല പോകുന്ന റൂട്ടിൽ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് റാന്നി പോവാണ്. നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങ് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് റോഡിന് പണി നടക്കായിരുന്നു. അപ്പോൾ ഇതുവഴി വരുന്നവർ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അപ്പുറത്തൊരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് എടുത്ത് റാന്നിക്ക് പോകാൻ പോവാണ്. കേട്ടില്ല. ഇവിടുന്ന് റൈറ്റ്. ഇവിടുന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഇത് അല്ല റൈറ്റ് തന്നെ. ഇവിടുന്ന് അവിടെ ചെന്ന് റൈറ്റ് പോകും. ഈ മുണ്ടക്കയം വഴി പോകാനേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. കാരണം മുണ്ടക്കയം കട്ടപ്പന വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള ഗട്ടർ റോഡിലൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ തന്നെ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് വരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത്തിരി ദൂരം ഉണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായ കാഴ്ചകളുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഏലപ്പാറ എത്തിയിരിക്കുകയാണ്. ഏലപ്പാറയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏലപ്പാറ കട്ടപ്പന വഴിയാണ് പോകുന്നത്. ഇപ്പം വരുന്ന വഴിക്ക് ഇവിടെ എല്ലാം റോഡ് പണി നടക്കുക. അപ്പം അത് കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത്. ഇവിടെ ഫുള്ള് അവർ റോഡിൻ്റെ സൈഡൊക്കെ കെട്ടുന്നുണ്ട്. ഫുള്ള് എന്താ പറയുകയാണ്, പൊളിഞ്ഞിട്ടൊക്കെയാണ്. അപ്പം നമ്മളിനി ഏലപ്പാറയിൽ നിന്ന് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. അപ്പം കണ്ടിന്യൂയിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ കട്ടപ്പന വഴി ഇടുക്കി കട്ടപ്പന വഴി ആണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. റിയൽ SUV.
അപ്പം നിങ്ങൾ തെക്ക് നിന്ന്, അതായത് ട്രിവാൻഡ്രം, കൊല്ലത്ത് നിന്നൊക്കെയാണ് നിങ്ങൾ മൂന്നാറിൽ പോകുന്നതെങ്കിൽ മെയിനായിട്ട് ഈ തൊടുപുഴ വഴിയൊക്കെ പോകാതെ, അതായത് പാലാ തൊടുപുഴ വഴി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നോക്കി ബൈക്കിലൊക്കെ പോകുമ്പോൾ തന്നെ എന്ത് നല്ലൊരു ഫീലായിരിക്കും. നമുക്ക് രണ്ട് സൈഡിലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇടുക്കിയുടെയൊക്കെ ഫുൾ ഭംഗി ആസ്വദിച്ച് പോകണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ റോഡിലൂടെ തന്നെ വരിക. അത്രയ്ക്ക് മനോഹരമായിരിക്കും ഇതുവഴി പോകുക. റോഡ് അത്രയും മികച്ചതൊന്നും അല്ലെങ്കിൽ പോലും ഒരല്പം ടൈം കൂടുതലെടുത്താലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. ഇടുക്കി ടൗൺഷിപ്പ് വഴി പോയിരുന്നെങ്കിൽ ഈ റൂട്ടൊന്നും ഇതിനു മുന്നേ ആരും കണ്ടിട്ടില്ലെന്ന്, ആരും മനുഷ്യന്മാർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത റൂട്ടാണെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പ് ഇട്ടുന്ന വഴിയാണ്, യാതൊരു പരിചയമില്ല. ഈ സ്ഥലമൊക്കെ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ റോഡൊക്കെ വളരെ മോശമാണ്, ചെറിയ കുഗ്രാമങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഹമ്പുണ്ടായിരുന്നല്ലേ. അടുത്ത ഹമ്പ് അങ്ങനെ ആനച്ചാലെത്തി. ഇനി ആനച്ചാൽ നിന്ന് മൂന്നാർ ബൈപ്പാസ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് ചിത്രപുരം. ഈ ചിത്രപുരം പവർ ഹൗസ് റോഡാണ് ഈ കാണുന്നത്. ചിത്രപുരം പവർ ഹൗസ് റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ചിത്രപുരം പാലസ് എന്നൊക്കെ ബോർഡുണ്ട്. ഞങ്ങൾ ആ റോഡിലൂടെ നേരെ പോവുകയാണ്. ചെറിയ റോഡാണ്. വേറെയും റിസോർട്ടുകളൊക്കെ ഇവിടെ കാണാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് വളരെ ചെറുതാണ്. ഇത് നോക്കി, ഇതൊരു വീടാണ്. ഇപ്പം വീട്ടിലേക്ക് കയറിപ്പോയനെ അത് കണ്ട് തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് കയറി പോകേണ്ടതായിരുന്നു. ഓക്കെ, അപ്പം ചിത്രപുരം പാലസിൻ്റെ ബോർഡ്, യെസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി ഇതിനകത്തേക്ക് കയറണം. നമ്മൾ കൂടെ വന്നവർ പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാലസിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കയ്യിൽ പോയി ഇല്ല കുഴപ്പമില്ല. അങ്ങനെ റിസോർട്ട് വന്ന് ചിത്തിരപുരം പാലസ് ഇതാണ് സാധനം. ഭയങ്കര വന്ന റോഡ് ഭയങ്കര മോശമായിരുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഗൂഗിൾ മാപ്പ് എല്ലാം ഭയങ്കര മോശം റോഡായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇവിടെ എത്തി. ഓക്കെ, ഉച്ചയാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിന്. ബാക്കി അകത്തോട്ട് കയറിയിട്ട് മേലെ ഗൂഗിൾ മാപ്പിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആരും ഫോളോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടിപ്പ് നമ്പർ 2, അറിയാൻ പറ്റാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കി ചെയ്യരുത്. ഓക്കെ,
ഓക്കെ. ഇനി ഇതെല്ലാം അൺപാക്ക് ഇതിൽ നിന്ന് അഴിച്ചിട്ട് അൺപാക്ക് ചെയ്യണം, റൂമിൽ കയറണം. അപ്പോൾ ബാക്കി പിന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ റൂം സെറ്റായി. 5 മിനിറ്റ് ഒരു ക്ലീനിങ്ങിനും സാനിറ്റൈസേഷനായിട്ട് 5 മിനിറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ലോബിയിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഡേയ്സ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എടുത്ത് താഴേക്ക് ഇതുവഴി കയറി വന്ന് നമ്മൾ ഇതുവഴിയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇനി അകത്തേക്ക് ഒന്ന് കയറാം. ചിത്രപുരം പാലസ് എന്നൊക്കെയാണ് പേര്. അപ്പോൾ എൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടേക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇവിടെ എല്ലാവരുടെയും നാട് വെള്ളമായിട്ടിരിക്കുകയാണ്. സോ ഇനിയിപ്പം റൂമിൽ കയറുമ്പോൾ നമ്മൾ റൂമും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ജിംബൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂമിൽ കയറാം. ഓക്കെ, 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 താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കണ്ട, നമ്മൾ റൂമിൽ വന്നു. റൂം കൊള്ളാം. അയ്യോ, സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കട്ടെ. ഓക്കെ, ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം, ചിത്തിരപുരം പാലസ്. ഈ ടോയ്ലറ്റൊക്കെ കണ്ടോളൂ. ഫോട്ടോട്ടുണ്ട്. ഓക്കെ, ഓണാക്കിയാൽ മതി, നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിക്കൊടുക്കും. വൈഫൈ പാസ്വേഡ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫ്രഷൊക്കെ ആയി. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ജസ്റ്റ് ഈ ഇവിടുത്തെ മുറിയുടെ ബാൽക്കണിയുടെ വ്യൂ ഒന്ന് കാണിച്ചു. അപ്പം ഇതിനടുത്തായിട്ട് വേറെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ കാണുന്നതെല്ലാം ഓരോ റിസോർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയുടെ വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും ആ റൂമായിരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനത് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, മൂന്നാറിൽ ഒന്ന് പോയി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം ടൈമുണ്ട്, ഇപ്പം ഉച്ചയാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. കറണ്ട് വെതർ കാണിക്കുന്നത് 23-22 സംതിങ് ആണ് കാണിക്കുന്നത്. അപ്പം നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാം, എന്താണ് ഞങ്ങൾ ശരിക്കും ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാം. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പരിപാടി? മുളുസേ എന്താ അന്യഗ്രഹ ജീവി. ബാ, നമുക്കൊന്ന് പുറത്ത് നിന്നിട്ട് തന്നെ നോക്കിയേ, കണ്ടോ, പുറത്ത് നിന്നിട്ട് സംസാരിക്കാം. നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് ബാർബിക്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ബാർബിക്യൂ ചെയ്യും. സംഭവം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെയല്ല. കാരണം പുറമേ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും ഒരു ഭംഗിയും കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷേ നമ്മളിവിടെ വന്നപ്പം നല്ല എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. ഇല്ലേ, നല്ല ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും എന്താ പറയുക ബിൽഡിങ് വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഞങ്ങൾ പോട്ടെ, വിശക്കുന്നു അല്ലേ? യാ, എങ്ങോട്ടും പോവല്ലേ, എങ്ങോട്ടോ പോവാ. കാണാൻ നല്ല സ്ഥലമായിട്ട് ചുമ്മാ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ശിച്ചോട് അവരെല്ലാം കാണിച്ചോട്. കാണാൻ നല്ല സ്ഥലം, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്. നട്ടുച്ചയ്ക്ക് വരെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ചുമ്മാ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെ നമ്മൾ ഇവിടെ ഒരു മാട്ടുപള്ളിയോട് പോകുന്ന വഴിക്കാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും. ഇവിടെയൊക്കെ റൈഡ് വരുന്നവർക്ക് അറിയുന്ന സ്ഥലമായിരിക്കും. എല്ലാവരും നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെ കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. 40 രൂപ കൊടുത്ത് ഫോട്ടോ പ്രിന്റ് ചെയ്തു. ഞാനല്ല, എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പൊളി സാധനം. നല്ല ക്ലൈമറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യം നമ്മൾ റിസോർട്ടിൽ ഈ പറയുന്ന പോലെ ബാർബിക്യൂ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അത് ഓൾറെഡി വേറെ ഒരു ഫാമിലി ഗ്രില്ല് ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ടൈം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഒട്ടും ഹൈറ്റ് മാറ്റിക്കണം. ഈ പറയുന്ന പോലെ അവര് സെറ്റാക്കി തരാന്ന് പറഞ്ഞു. ടൈം അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം ഒരു ഗ്രില്ലേ ഉള്ളൂ അവിടെ. നമ്മൾ വിചാരിച്ചത് വേണ്ട, നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ പറ്റുമെങ്കിൽ മാട്ടുപ്പെട്ടി ഡാമും കൂടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഓക്കെ, അപ്പം ഇനി ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ സെഷനെ കഴിഞ്ഞു. ഇനി മുന്നോട്ട് വണ്ടി ഓടിക്കട്ടെ. നല്ല ക്ലൈമറ്റ്, രക്ഷയില്ല. ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഹലോ, അങ്ങനെ നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ ശേഷം മറ്റേ ഇത് സ്ഥലത്തിൻ്റെ പേര്, അയ്യോ നമ്മൾ അവിടെ പോയി ഇപ്പോൾ വീഡിയോ എടുത്തില്ല. അടിപൊളി സ്ഥലത്ത് ഞങ്ങൾ പോയി. റിപ്പിൾ ടീയുടെ ഒരു ഔട്ട്ലെറ്റ് പോലെയാണ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ എന്താ പറയണ, വെറൈറ്റീസ് ഓഫ് ടീ, പിന്നെ ഫുഡ് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ഇരുന്ന് കേക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെ സംഭവം. അവിടെ വീഡിയോ എടുക്കാൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. ഇല്ലായിരുന്നെങ്കിൽ അതൊരു വളരെ നല്ല ഒരു ഏരിയ ആണ്. കാരണം അവിടെ നമുക്ക് ഫ്രീ പാർക്കിംഗ് എന്താണ് ഒരു 4 hours ഫ്രീ പാർക്കിംഗ് ആണ്. നമുക്ക് അവിടെ വണ്ടി ഇട്ടിട്ട് നൈസായിട്ട് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. ഭയങ്കര നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പ്ലേസാണ്. നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ സൈറ്റ് സീയിങ് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയതിന് ശേഷം തിരിച്ചു വന്നു. ഫോട്ടോസ് ഞാൻ ഇവിടെ താഴെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് എന്താ പറയുക, നൈറ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൻ്റെ പേരെന്താണ്, അറേബ്യൻ ഗ്രിൽ അങ്ങനത്തെ സംതിങ് ആണ്. അവിടെ നിന്ന് നമ്മൾ നല്ല പെപ്പർ അൽഫാം മേടിച്ചുകൊണ്ട് വന്നു. വേറെ ഒന്നും കഴിക്കാനില്ല, ജസ്റ്റ് പെപ്പർ അൽഫാം. അതിൻ്റെ കൂടെ കിട്ടുന്ന റൊട്ടി, അതും കൂടെയാണ് ഞങ്ങൾ ഇന്നിപ്പം എന്തൊരു പേര് പറഞ്ഞു, റുമാലി റൊട്ടി, അതുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ മോർണിംഗ് ഇവിടുത്തെ ഒരു എന്താണ് സെറ്റപ്പ് അല്ലേ, രാവിലെ എന്താണ് ഫീൽ എന്നുള്ള വൈബ് എന്താണെന്ന് ഞങ്ങൾ നാളെ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. കോഫിയുണ്ട് എല്ലാം. എനിക്ക് 2 ഗ്ലാസ് 2 കയ്യിലായിട്ട് എടുത്തുകൊണ്ട് വന്നതായിരുന്നു. എന്തൊരു ബുദ്ധിയാന്ന്. അപ്പോൾ നമ്മൾ ചിക്കനെ എടുത്തത് ഇങ്ങനെ ചേക്കാണ്, കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ റൊട്ടിന്ന് കാണിച്ച് ഞാൻ അവരുടെ റൊമാലി റൊട്ടി മൈദയാണ്. ഇച്ചിരി ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. പിന്നെ ഈ ക്ലൈമറ്റിൽ അത്രയെങ്കിലും ചൂടോടെ ഇരുന്നത് തന്നെ വലിയ കാര്യം. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് വലുതാണ് കേട്ടോ റൊട്ടി. ഇതിന് എനിക്ക് വേണ്ടി സാധനം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ മെയിൻ പരിപാടി ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നാളെ രാവിലത്തെ കാര്യങ്ങൾ നാളെ രാവിലെയാണ് കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ്. ഇത് പറയാം, നല്ല തണുപ്പുണ്ട്. ഇപ്പം 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ തണുപ്പ്. അപ്പോൾ ക്ലൈമറ്റ് ഒന്ന് കാണിച്ചു തരാം. തണുപ്പിനുണ്ട്, നല്ല തണുത്ത കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഞാനിപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഒരു 6 മണിക്ക് എഴുന്നേറ്റ്. പക്ഷേ ഇരുട്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഫോഗൊന്നുമില്ല പറയാം, ഫോഗും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കോഫിയൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്. അപ്പം ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ല ഉറക്കമാണ്. അവരൊക്കെ ഉറക്കം എഴുതിയിട്ട് വരട്ടെ. ഓക്കെ, അതുവരെ ഞാനിവിടെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപിടിക്കാൻ ഇരിക്കുക. അവർ വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവും.
തിരിച്ചൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ഉറക്കമൊക്കെ ചെയ്തിട്ട് പതിയെ ഒന്ന് പോകുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, നല്ല കാറ്റടിക്കുന്നുണ്ടോ? നല്ല കാറ്റായതുകൊണ്ട് നല്ല നല്ല കാറ്റുമാണ്. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബ്രെഡ് നമുക്ക് തന്നെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ ചേമ്പൻ ബട്ടർ, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ദോശയുണ്ട്, പിന്നെ ബനാന എഗ്ഗ്. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറൊക്കെ വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബ്രെഡ്, ബട്ടർ, ജാം ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. പിന്നെ കോഫി, ടീ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. ഓക്കെ, ടാറ്റാ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഇഡ്ഡലി ആയിരുന്നു. പിന്നെ ബ്രെഡും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഫുഡ് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറിഞ്ഞ് തന്നെ കുക്ക് ചെയ്യുന്നതാണ്. അല്ലാതെ ഈ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ചുമ്മാ തട്ടിക്കൂട്ട് ഒന്നും അല്ലായിരുന്നു സംഭവം. ഫുഡൊക്കെ നല്ലതായിരുന്നു. ജ്യൂസും നല്ലതായിരുന്നു. ചിലയിടത്ത് നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെള്ളമൊക്കെ ചേർത്ത് വൃത്തിയായിട്ട് സാധനമായി. പക്ഷേ ഇത് കൊള്ളായിരുന്നു. നല്ല ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നും പോകാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, പോകാൻ പോവുകയാണ്. ഫുഡ് എന്തൊക്കെയാന്ന് പറഞ്ഞു? ഇഡ്ഡലി, ദോശ, മുട്ട, പിന്നെ അപ്പുറത്തെ ടേബിളിൽ എന്തോ ചിക്കനൊക്കെ ഫ്രൈ ഇതൊക്കെ അത് സെപ്പറേറ്റ് പറയണമായിരിക്കും, അറിയില്ല. രാവിലെയൊക്കെ ചിക്കനൊക്കെ തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതുപോലെ ഇവിടുത്തെ വ്യൂ ഇതാണ്. ഓക്കെ, നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ പാലസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇതിപ്പം ഇവിടെയാണ് കിച്ചൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്ത് പോകണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വരാനൊക്കെ താല്പര്യമുള്ളവർ വരിക. കാരണം ഒരുപാട് പേർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോകാം. എല്ലാവരും കൂടെ വന്നിട്ടേ 4 പേരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ. ഞങ്ങൾ നടക്കാൻ വന്നു. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്നതിന് മുന്നേ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഒരുപാട് നടന്നില്ല കേട്ടോ. 100 മീറ്റർ ഇവിടെ നടന്നില്ല. ഇതേ ഇങ്ങനെ ഇത് കാപ്പി എന്ത് കുറേ കാപ്പി ചെടികളൊക്കെ ഉണ്ട്. ഓക്കെ, കാപ്പി ചെടിയല്ല, കാപ്പി മരമോ ചെടിയോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. സംഭവം കൊള്ളാം. ഇത് രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊളിച്ചേനെ. ഇപ്പം വെയിലടിച്ചു തുടങ്ങി. ഇന്നലത്തെ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കൊള്ളാം കേട്ടോ. പാമ്പൊക്കെ വെയിൽ കഴിയാനായിട്ട് റോഡിൽ വന്ന് കിടക്കും. ഓക്കെ, കാറ്റടിച്ച്. അപ്പോൾ ശരി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് കാലൂരി കൊണ്ടുവരെയാണ് പോകാൻ പോണത്. അപ്പോൾ അതെ നമ്മുടെ ചേട്ടനാണ്, പുള്ളിയാണ് നമ്മൾ ഇവിടെയുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പം ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതുവഴി ബുക്ക് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, അപ്പം സേഫ് റൈഡ് ഗൈസ്. ഞങ്ങൾ പോയിട്ട് വരാം.